ഹലോ, എല്ലാവർക്കും സുഖമാണോ? പിന്നെ വീഡിയോ ഒന്നും എല്ലാവരും കാണുന്നൊന്നുമില്ല കേട്ടോ. യൂട്യൂബിൽ കുറവാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് കാണണേ. ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം കേട്ടോ. ഒരു അഭ്യർത്ഥനയാണേ. അപ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാം. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു വ്യത്യസ്തമായിട്ടൊരെണ്ണം എന്തെങ്കിലും ചെയ്യണമെന്ന്. നമ്മളൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒന്ന് വെറൈറ്റിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കേണ്ട ദിവസമാണ്. എല്ലാ ദിവസവും നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉള്ള പണികളാണ് നടക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാക്കലില്ല, കുറച്ച് മാത്രമൊക്കെ ഉണ്ടാക്കും, തീരും പിന്നെ ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീൽ പാത്രത്തിൽ കോരി 2 ദിവസം വെച്ചിട്ട് തണുത്തിട്ട് പാക്ക് ചെയ്യും. എന്നിട്ട് നമ്മുടെ വിഭവം ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ഗോതമ്പ് മാവാണ് ഒന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് റേഷൻ കടയിലെ മാവാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് എത്ര മാവ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു 10 നമ്മളുണ്ടാക്കുന്ന ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടിയെന്ന് വെച്ചാൽ മുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ, 2 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കണേ. ഉപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ചിക്കൻ വേവിച്ചിട്ടുണ്ട്. നമ്മളൊരു 500 ഗ്രാം ചിക്കൻ എടുത്ത് വേവിച്ച് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചിക്കൻ തണുക്കുമ്പോൾ പൊടിച്ച് മാറ്റി വയ്ക്കും കേട്ടോ. ചിക്കൻ വേവിച്ചത് കാണിക്കാഞ്ഞത് എല്ലാം കൂടെ ഒന്നും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണേ. അങ്ങനെ മാവ് റെഡിയാക്കി ഇവിടെ മാറ്റി വെച്ചു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ പെരുംജീരകം ഇട്ടു. 2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ കടിക്കാൻ കിട്ടണം. എന്നിട്ട് അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിക്കൻ വെച്ചിട്ടുള്ള അട. ഉപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ വേവിക്കുന്നത് കാണിച്ചില്ല. ഒരു 4 വിസിൽ കേൾപ്പിച്ചെടുത്താണ് ചിക്കൻ തണുപ്പിച്ച് പൊടിച്ച് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. സവാള നന്നായിട്ട് മൂക്കട്ടെ. സവാള നന്നായി മൂത്ത് നല്ലൊരു മണം വരും. അതിലേക്ക് നമ്മൾ ചിക്കൻ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാവ് അവിടെ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ വഴറ്റിയെടുക്കുക. നല്ലതായിട്ട് വഴറ്റിയത് നല്ലൊരു മണം വരും ചിക്കൻ്റെ കേട്ടോ. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേവിച്ചത്, ഉപ്പും കൂടെ ഇട്ടാണ് വേവിച്ചത്. എങ്കിലും ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പം വ്യത്യസ്തമായിട്ടുള്ളൊരു അടയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവ് കൂടുതലെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഇല്ല. മാവുമായി ചേർന്ന് വരുമ്പോൾ അത് കറക്റ്റ് ആവും കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല, പെരുംജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് പെരുംജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മല്ലിയിലയും പുതിനയില ചെറിയ അളവും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില 1 കൈപ്പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇടാം കേട്ടോ. നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നന്നായി യോജിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് മാവെടുത്ത് വെച്ചിട്ട് മാവിലേക്ക് ഇതിങ്ങനെ തട്ടി കൊടുക്കും കേട്ടോ. മാവിലേക്ക് അതിങ്ങനെ തട്ടി കൊടുക്കണം. മാവ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില്ലി ഫ്ലെക്സൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന മാവ്. അപ്പോൾ എന്നിട്ട് ഇതിനെ നമ്മൾ അട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ചിക്കൻ അടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായി ഇളക്കി എടുത്തിട്ട് അങ്ങോട്ട് വട്ടത്താമര ഇലയിലോട്ട് ഇതിങ്ങനെ വെച്ച് പരത്തിയെടുക്കാൻ കേട്ടോ. ഇനി വേറെ പണിയൊന്നുമില്ല. വെച്ച് നമ്മളിതിനെ പുഴുങ്ങിയെടുക്കും. എന്നിട്ട് ചൂടോടെ കഴിക്കണം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഹെൽത്തിയാണ് കേട്ടോ. അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇതിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ വയ്ക്കാം. നമ്മളിപ്പോൾ ഇവിടെ സവാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെളുത്തുള്ളി ചേർത്തില്ല, ഇഞ്ചി ഇല്ലായിരുന്നു, തീർന്നുപോയി പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചേർക്കാഞ്ഞത്. പിന്നെ വെജിറ്റബിൾസ് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ വഴറ്റി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റോ ഒക്കെ വേണമെങ്കിൽ വഴറ്റി ചേർത്ത് കൊടുക്കുക. യാതൊരു പ്രശ്നവും ഇല്ല.
ഇതേമാതിരി വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുക എന്നതാണ്. ഇതൊരു വൈകുന്നേരത്തെ ഫുഡായിട്ടോ അല്ലെങ്കിൽ സ്നാക്സായിട്ടോ കുട്ടികൾ പഠിച്ചിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ടോ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് കഴിക്കാനായിട്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ്. അതിന് സമയമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ വിഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഒന്ന് നമ്മളിങ്ങനെ ചുരുട്ടിയെടുത്ത് വാഴയിലയിൽ ചുരുട്ടിയും എടുക്കാം ഇങ്ങനെ കേട്ടോ. അങ്ങനെ അല്ലാതെയും പരത്തി ചുരുട്ടിയും എടുക്കാം. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ആണ് നമ്മൾ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇനി ഇതിനെ പുഴുങ്ങിയെടുക്കുക. ഒരു 15 മിനിറ്റ് നമുക്ക് അതിനെ പുഴുങ്ങാം കേട്ടോ. നമ്മൾ അവിച്ചെന്നാണ് പറയുന്നത്, നിങ്ങളാണ് പുഴുങ്ങിയെന്ന് പറയുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, നമ്മൾ തിരുവനന്തപുരത്തുകാർ ഈ വർക്കല അല്ലെങ്കിൽ ഈ പള്ളിമാനൂർ ഭാഗത്തൊക്കെ അവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ അവിച്ചെടുക്കുകയാണ്. നമ്മുടെ ഭാഷ പറയുമ്പോൾ പലരും കളിയാക്കിച്ചിരിക്കാറുണ്ട്. അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് ഞാനവിടെ സുരാജായിരിക്കും അതിൻ്റെ പണി ഒപ്പിച്ചേക്കുന്നത്. നന്നായി വെന്തിട്ടുണ്ട്. ഇവിടെ അച്ചാറും റെഡിയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയും ചെറുതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ അച്ചാറാണ് ഇന്ത്യയിൽ എല്ലായിടത്തേക്കും കൊറിയറായിട്ടും പോസ്റ്റായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്തൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് നൈമിത്ര മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും കാണണം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ദിജ.